നമസ്കാരം. അഗോരവിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ സാധാരണ ആയിട്ട് പ്രശ്നം വെച്ചിട്ടോ അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പല പ്രാവശ്യം പറയാറ്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ പ്രശ്നം വെച്ച് നോക്കാറുണ്ട്. ഈ 2025 ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പുതുവർഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. അതായത് പുതുവർഷം പിറക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഞാനൊരു പുതുവർഷം വരികയാണ് 2026. ഇനി മുതൽ ഞാൻ ഇങ്ങനെയേ ചെയ്യുകയുള്ളൂ. ഇനി പല തെറ്റിൽ നിന്നും ഞാൻ പിന്തിരിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഏണിംഗ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ എനിക്കൊരു ജോലിക്ക് കയറി കൃത്യമായ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഇനി അത് പോരാ, എനിക്ക് ബിസിനസ് ചെയ്യണം. 2026 ഞാൻ ശബ്ദം ചെയ്യുകയാണ്. എനിക്ക് ഇന്ന ജീവിതത്തിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയെടുക്കണം, ജീവിതം ഇങ്ങനെ ആയാൽ പോരാ എന്നൊക്കെ പല ആൾക്കാരും നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ചിലവരുടെ ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നടപ്പാവാറില്ല. എന്നാൽ ചിലർക്ക് നടക്കാറുമുണ്ട്. അപ്പോ ഇവിടെ 2026 പിറക്കുന്നതോട് കൂടിയിട്ട് ജീവിതത്തിൽ 2026 പിറന്ന് 6 മാസത്തിനുള്ളിൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന 15 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. നിങ്ങൾ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കുടുംബാംഗങ്ങളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ മാസവും കറുത്ത വാവ് അഥവാ അമാവാസി കറുത്ത വാവിന് ഈ ശക്തയ പൂജ അതുപോലെ പുഷ്പാഞ്ജലി ഒക്കെ ഉണ്ടായിരിക്കും. അത് എല്ലാ കറുത്ത വാവിനും ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഒരു കറുത്ത വാവിന് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരു ദിവസം അത് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് പുഷ്പാഞ്ജലി എല്ലാം ചെയ്യാറുണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാ വീഡിയോയിലും ഈ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പം നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പുഷ്പാഞ്ജലി ചെയ്യണം, അല്ലെ പൂജയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. കാരണം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ കുറെ തടസ്സങ്ങൾ മാറി അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവാനൊക്കെ ഈ പറയുന്ന ശക്തയ പൂജയും പുഷ്പാഞ്ജലിയൊക്കെ ഉപകാരപ്രദമായിരിക്കും. എന്തായാലും തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ താമ്പൂല പ്രശ്നം ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 15 നക്ഷത്രക്കാർക്ക് 6 മാസത്തിനുള്ളിൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും മാറ്റമുണ്ടാവും. സാധാരണ ഇത്തരം പ്രവചനങ്ങൾ തെറ്റില്ല. 90% ആൾക്കാരിലും മാറ്റം ഉണ്ടാവും. രാശി പൊതുവെ പറയുമ്പോൾ അഥവാ ഗ്രഹങ്ങളുടെ ചലനത്തെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ജീവിത അനുഭവത്തിൽ വരാറില്ല. പക്ഷെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലൊക്കെ ആൾക്കാർ പറയാറുണ്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ചില ആൾക്കാർക്ക് ഇതൊന്നും അനുഭവത്തിൽ വരാറില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അവരുടെ ചിന്തയിൽ നമ്മൾ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങളില്ല. കാരണം അവരെന്നും ദുഃഖ കയറ്റ് ബുദ്ധിമുട്ടുകളിലായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോ അവർ ചിന്തിക്കുന്നത് ഇതൊന്നും വിശ്വസിക്കുന്നില്ല അവർ. എങ്കിൽ പോലും വീഡിയോ ഒക്കെ ചിലർ കാണാറുണ്ട്. അതുപോലെ ചില ജ്യോതിഷ മാസികകൾ വായിക്കും. ഇങ്ങനെയുള്ള യൂട്യൂബ് വീഡിയോകളൊക്കെ കാണും. എന്നിട്ട് അവര് ഇതിനൊരു നിസ്സാരവൽക്കരിച്ചു കൊണ്ട് പറയും ഇതൊന്നും ഒരു ഫലത്തിലും വരാറില്ല. അപ്പോ അതെന്തുകൊണ്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവരുടെ ജീവിതത്തിലെ അനുഭവത്തിലില്ല. കാരണം എനിക്കാണെങ്കിൽ പോലും ഞാനും അങ്ങനെ പറയുകയുള്ളൂ. അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് ആർക്കും സാധിക്കില്ല. കാരണം ഈ പറയുന്ന
ലക്ഷപ്രഭുക്കളാവും, കോടീശ്വരന്മാരാവും എന്നൊക്കെ പറയുന്ന അനുഭവങ്ങളൊന്നും ആർക്കും ജീവിതത്തിൽ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ധാരാളം അനുഭവസ്ഥരുമുണ്ട്. അപ്പൊ ഈ അനുഭവത്തിൽ ഇല്ലാത്തവര് ജ്യോതിഷത്തെ കുറ്റം പറയുക, അല്ലെങ്കിൽ ജ്യോതിഷം ഒരു തട്ടിപ്പാണ് എന്നൊക്കെ പറയും. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. അത് ഉപയോഗിക്കുന്ന ആൾക്കാർ ചെയ്ത തെറ്റുകൾ മാത്രമേ വരാറുള്ളൂ, അല്ലാതെ ജ്യോതിഷം ശാസ്ത്രം തെറ്റാറില്ല. കൃത്യമായിട്ട് ജ്യോതിഷം കണക്ക് കൂട്ടിയിട്ട് തന്നെ പല കാര്യങ്ങളും ഇവിടെ ചെയ്യാറുണ്ട്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ജ്യോതിഷത്തിന്റെ കണക്ക് പ്രകാരം തന്നെയാണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. വലിയ വലിയ മഹാക്ഷേത്രങ്ങളിൽ പോലും ചില ക്രിയകൾ ചെയ്യുമ്പോൾ അത് കൃത്യമായ മുഹൂർത്ത സമയം നോക്കിയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ജ്യോതിഷത്തിന് എത്ര പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല, പല കാര്യങ്ങളും ജ്യോതിഷത്തിന്റെ കണക്ക് കൂട്ടൽ പ്രകാരം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ജ്യോതിഷം ഒരിക്കലും ഒരു തട്ടിപ്പല്ല, അതൊരു ശാസ്ത്രമാണ്. അപ്പോൾ നമുക്ക് അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ അങ്ങനെ കാണുന്നു എന്ന് മാത്രം. എന്തായാലും നമുക്ക് വീഡിയോയുടെ ഉൾവശം നോക്കാം. ഈ 2026 6-ാം മാസം ആകുമ്പോഴേക്കും 15 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ, അതായത് 100% ഞാൻ പറയുന്നില്ല, 90% ആൾക്കാർക്കും, ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഗുണങ്ങൾ ഉണ്ടാവും. ഈ പറഞ്ഞ മാതിരി 90% നമുക്ക് ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം ഇതിലൂടെ കണ്ടെത്തിയ കാര്യം അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. കാരണം ഇത് താമ്പൂല സാധാരണ രാശി നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ വെച്ചോ ആണ് പറയാറ്. അതായത് ഓരോ ഗ്രഹങ്ങൾ മറ്റു രാശികളിലേക്ക് മാറുമ്പോൾ അതാത് ചില നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും ചില നക്ഷത്രക്കാർക്ക് അത് ദോഷവുമായിട്ട് വരാറുണ്ട്. ചിലർക്ക് മിശ്രഫലവും ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് താമ്പൂല പ്രശ്നം കണ്ടതിൽ നിന്നാണ്. അതായത് താമ്പൂല പ്രശ്നം വെച്ച് അത് ചിന്തിച്ചെടുത്ത് ആണ് 6 മാസത്തിനുള്ളിൽ സമ്പന്നരാവുന്ന ചില നക്ഷത്രക്കാരുണ്ട്. സമ്പന്നത എന്ന് ഉദ്ദേശിക്കുന്നത് വെറും പണം മാത്രമല്ല, പല കാര്യങ്ങളിലും അവർ സമ്പന്നരാവുക. കാരണം നമുക്ക് കുട്ടികളില്ല, കാരണം ധാരാളം ഭൂസ്വത്തുകളും എല്ലാം ഉണ്ടാവും, സമ്പത്തും എല്ലാം ഉണ്ടാവും അവർക്ക്. പക്ഷെ അവർക്ക് സമാധാനം ഉണ്ടാവില്ല. സന്താനങ്ങളില്ലാത്ത വിഷമം കൊണ്ട് അവർ ബുദ്ധിമുട്ടും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അത് ഒരു സമ്പത്ത് തന്നെയല്ലേ? അങ്ങനെയുള്ള ആൾക്കാർക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ ഒരു സമയമായിരിക്കും ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ. അതുപോലെ അതിൽ ഒരു കാര്യം മാത്രമാണ് പണം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പണം മാത്രമല്ലല്ലോ. നമുക്ക് എന്ത് നല്ല കാര്യം ലഭിക്കുന്നത് നമ്മുടെ സമ്പത്ത് തന്നെയാണത്. പിന്നീട് ഒരു ജോലി ഇല്ലാതെ വർഷങ്ങളോളം കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ധാരാളം വിദ്യാഭ്യാസമൊക്കെ നേടി അവർക്ക് എങ്ങനെ പോയാലും അവർക്കൊരു ജോലി ലഭിക്കുന്നില്ല. പല ശ്രമങ്ങൾ നടത്തി നോക്കിയാലും അവർക്കൊരു ജോലി, അവർ ഉദ്ദേശിച്ച ഒരു ജോലി അല്ലെങ്കിൽ അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച ഒരു ജോലി അവർക്ക് കിട്ടുന്നില്ല. ധാരാളം പഠിച്ചിട്ട് അവര് ജോലി ഇല്ലാതെ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. പക്ഷെ അവർക്ക് ഇവിടെ ഈ 6 മാസത്തിനുള്ളിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് മാന്യമായൊരു തൊഴിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ആയിരിക്കും വിദേശയാത്ര. അതായത് വർഷങ്ങളായിട്ട് ഒരു ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ നേരിടുന്നതായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെയുള്ളവർക്ക് ആ തടസ്സങ്ങൾ മാറി ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ വിദേശത്തൊക്കെ പോവാൻ ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ വിവാഹം നടക്കാതെ, വിവാഹം തീരെ നടക്കുന്നില്ല, അന്വേഷണങ്ങൾ വരുന്നുണ്ട്, വന്നു പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പയ്യന്മാർ വന്ന് കാണുന്നുണ്ട്, കല്യാണം ശരിയാവുന്നില്ല, അല്ലെങ്കിൽ പല കാരണത്താൽ വിവാഹം മുടങ്ങിപ്പോകുന്നു. വീട്ടുകാരുടെ വിഷമം, വളരെയധികം വിഷമിച്ചിരിക്കുന്ന വീട്ടുകാർ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ വിവാഹം നടന്നു കിട്ടും. അതായത് 90% വിവാഹം നടന്നു കിട്ടും. 100-ൽ 100% ഞാൻ പറയുന്നില്ല, 90% ആൾക്കാർക്കും ഫലം കിട്ടും. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന നക്ഷത്രക്കാരെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അച്ഛനോ അമ്മയോ മക്കളോ ആരോ ആയിക്കോട്ടെ, ഭർത്താവോ ഭാര്യയോ, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ പിറന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഇവർ മൂലം
നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിരിക്കും. അത് സമ്പത്തിന്റെ കാര്യത്തിലായാലും മറ്റുള്ള പല തരത്തിലുള്ള ഗുണങ്ങളുടെ കാര്യത്തിലായാലും നിങ്ങൾക്ക് 90% ഈ ഫലം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം താമ്പൂല പ്രശ്നം അല്ലെങ്കിൽ അഷ്ടമംഗല പ്രശ്നം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഫലങ്ങൾ തീർച്ചയായിട്ടും ഒരു സത്യസന്ധമായ ഫലങ്ങളായിരിക്കും. ഈ അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുമ്പോൾ 8 വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നം വയ്ക്കും. 8 വസ്തുക്കളെ അവിടെ വെച്ചിട്ടാണ്. കാരണം അതിൽ സ്വർണമുണ്ട്, നെയ്വിളക്കുണ്ട്, മുണ്ടുണ്ട്, അങ്ങനെ പലതുണ്ട്. അങ്ങനെ 8 വസ്തുക്കൾ ചേർന്ന് പാല്, തൈര്, പഴം, ഇങ്ങനെ എല്ലാം 8 വസ്തുക്കൾ ചേർന്ന ഒരു 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 പ്രശ്നമാണ് അഷ്ടമംഗല പ്രശ്നം. സാധാരണ ഈ പ്രശ്നം ക്ഷേത്രങ്ങളിൽ, അതായത് ദേവപ്രശ്നം എന്നും പറയാറുണ്ട്, സാധാരണ ക്ഷേത്രങ്ങളിലാണ് വെക്കാറ്. ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടി വെക്കുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളിൽ വെക്കുന്ന പ്രശ്നങ്ങളാണ്. കാരണം താമ്പൂല പ്രശ്നത്തിൽ കണ്ടെത്താൻ കഴിയാത്ത ചില കാര്യങ്ങളെ കുറിച്ചായിരിക്കും ദേവപ്രശ്നത്തിൽ കണ്ടെത്താൻ കഴിയുക, അല്ലെങ്കിൽ അഷ്ടമംഗല പ്രശ്നത്തിൽ. പിന്നെ നമ്മളിവിടെ നോക്കുന്നത് താമ്പൂല പ്രശ്നമായിരുന്നു. താമ്പൂല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെറ്റിലയാണ്. അപ്പോ ഒരടക്ക് വെറ്റിലയിൽ നിന്നും നമ്മൾ 12 രാശികളെ ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മൾ താമ്പൂല സംഖ്യ ഉണ്ടാക്കി താമ്പൂല ലഗ്നം കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നതാണ് താമ്പൂല പ്രശ്നത്തിന്റെ ഫലങ്ങൾ. അപ്പൊ ഈ പ്രശ്നം, സാധാരണ ഈ പ്രശ്നങ്ങളൊന്നും 90% ഫലപ്രാപ്തിയിലെത്തും. 90 അല്ല, 95% ഫലപ്രാപ്തിയിലെത്തും. കാരണം 100-ൽ 100% നമുക്ക് പറയാൻ കഴിയില്ല, എങ്കിൽ പോലും 90% നമുക്ക് എന്തായാലും ഫലം കാണാൻ കഴിയും എന്നുള്ളതാണ് താമ്പൂല പ്രശ്നത്തിന്റെ ഗുണങ്ങൾ. അപ്പൊ എന്തായാലും ആ താമ്പൂല പ്രശ്നത്തിൽ കണ്ടെത്തിയ ഗുണങ്ങളെ കുറിച്ചാണ്, ആ നക്ഷത്രക്കാർ ആരാണെന്നും ആ നക്ഷത്രക്കാർക്ക് നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരുമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങളും ശ്രദ്ധിച്ചാൽ മതി. കാരണം ചെറിയ കുട്ടികളല്ല, ഒരു 15 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം, അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിൽ പോലും അവരുടെ ആ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അവർ തന്നെ ഒരു ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കാരണമാകും നിങ്ങളുടെ കുടുംബത്തിന്. കാരണം അവർ മൂലമോ അല്ലെങ്കിൽ അവർ സ്വയം ജോലിയിൽ ഇറങ്ങിയിട്ടോ എങ്ങനെയെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം സമ്പത്ത് എന്ന് പറഞ്ഞെങ്കിൽ സമ്പത്ത് ഈ ധനം മാത്രമല്ല, എല്ലാം സമ്പത്ത് നമുക്ക് ഗുണങ്ങളെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുണ്ടാവും ചിലർക്ക്. പൂർവിക സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതനായിട്ട് അച്ഛനച്ഛന്മാര്, അമ്മൂമ്മമാര് ഒക്കെ ആയിട്ട് കിട്ടാനുള്ള ഭൂസ്വത്തുകൾ ഉണ്ടായിരിക്കും ചിലവർക്ക്. ഇത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ഉള്ളവർക്ക്. പക്ഷെ അതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് കിട്ടാനുള്ള വഴിയായി, അപ്പൊ തന്നെ നമ്മൾ സമ്പത്ത് നേടിയില്ലേ. അതേപോലെ ചില ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ വരാം. ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലമായിട്ട് വരും. അങ്ങനെ അനുകൂലമായി വരുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഈ ഗുണങ്ങൾ ലഭിക്കും. ചില ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് ഈ സമയത്ത് അനുകൂലമായി വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ചിന്തിക്കും, എനിക്ക് എവിടെ നിന്നാണ് ഈ പണം ലഭിക്കുക? കാരണം എൻ്റെ അടിസ്ഥാനമായിട്ട് എനിക്ക് ഒന്നുമില്ല, ഞാൻ ഇപ്പൊ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്, പക്ഷെ എനിക്ക് എവിടുന്ന് കിട്ടും? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് കുറച്ച് പണം ലഭിക്കുകയോ, അല്ലെങ്കിൽ ഭൂമി ലഭിക്കുകയോ, അല്ലെങ്കിൽ സ്വർണം ലഭിക്കുകയോ, അല്ലെങ്കിൽ നീ ലോട്ടറി അടിക്കുകയോ, എന്തു വേണമെങ്കിലും ആവാം. നോക്കിക്കോളൂ, 90% ആൾക്കാർക്കും 6 മാസത്തിനുള്ളിൽ ജീവിതത്തിൽ ഉടനീളം ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ താമ്പൂല പ്രശ്നം കള്ളത്തരം വരില്ല. കാരണം ഒരു തരത്തിലും അത് തെറ്റില്ല. നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോളുണ്ടു. 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും ജീവിതത്തിൽ, ഈ പറയുന്ന നക്ഷത്രക്കാര്. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ നക്ഷത്രക്കാരെ ഇവിടെ പറയുകയാണ്. ആ നക്ഷത്രത്തിൽ ആദ്യം വരുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം.
പിന്നീട് വരുന്നത് അശ്വതി നക്ഷത്രം, പിന്നീട് വരുന്നത് മകീര നക്ഷത്രം, പിന്നീട് വരുന്നത് പുണർ നക്ഷത്രം, ആയില്യ നക്ഷത്രം, മകം നക്ഷത്രം, ഉത്ര നക്ഷത്രം, അതുപോലെ ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി, രേവതി, അതുപോലെ അശ്വതി. ഇങ്ങനെ 15 നക്ഷത്രക്കാരാണ് ഇവിടെ താമ്പൂല പ്രശ്നം വെച്ച് കണ്ടെത്തിയത്. അതായത് ഈ 15 നക്ഷത്രക്കാർക്ക് 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെ പ്രതീക്ഷിക്കാം. അത് പറഞ്ഞ ഏത് കാര്യത്തിലൂടെയാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളൂ. അതായത് ഏകദേശം ജൂൺ ജൂലൈ മാസമാകുമ്പോഴേക്കും ഈ പറയുന്ന ഗുണങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കും. അപ്പോ ഈ പറയുന്ന ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണും വരേക്ക് പുതിയൊരു അറിവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം എല്ലാവർക്കും.